ഗ്രാവിറ്റേഷൻ അഥവാ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ ചാപ്റ്റർ പരീക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും വെറും 15 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. 15 മിനിറ്റിൽ ഈ ചാപ്റ്ററിന്റെ സമ്മറി അല്ലാട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിക്കാൻ പോകുന്നത്. സോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ പെട്ടെന്ന് പഠിക്കാൻ വന്നവരാണ് നിങ്ങളെങ്കിൽ മക്കളെ ഇത് ഫുൾ ആയിട്ട് കാണാം. നമുക്ക് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കാം. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ ഇഷ്ടമായി കമന്റ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഗ്രാവിറ്റിനെ പറ്റിയാണ്. എന്താണോ ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ആപ്പിള് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴും അല്ലേ, എർത്തിന്റെ സെൻറ്ററിലേക്ക് വീഴാൻ ടെൻഡൻസി കാണിക്കും. ഇതെന്തുകൊണ്ടാണ്? എർത്ത് പിന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഗ്രാവിറ്റി എന്താണ് എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് എഴുതി വെക്കണം. എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ്, എല്ലാവരും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഇസ് ടുവേർഡ് ദി സെന്റർ ഓഫ് ദി എർത്ത്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? സെൻറ്ററിലേക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അല്ല കേട്ടോ. ഓക്കെ, മാത്രമല്ല ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് എഴുതി വെച്ചോണം, വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എർത്ത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുക അല്ല, ഏത് രണ്ട് മാസുകളും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കണം, വിച്ച് ഇസ് F is equal to, ആ ഫോഴ്സ് എന്താണ്? ക്യാപിറ്റൽ G എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും, ഇൻറ്റു ആദ്യത്തെ മാസം M1 രണ്ടാമത്തെ മാസം M2 ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ഇല്ലേ അതിന്റെ സ്ക്വയർ. ഇതായിരിക്കും ഏത് രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ. എർത്ത് വലുതായതുകൊണ്ട് എർത്തിന്റെ എഫക്റ്റ് ഭയങ്കര കൂടുതലാണെന്നേ ഉള്ളൂ. ഏത് രണ്ട് മാസം, ഞാനും നിങ്ങൾ തമ്മിൽ, ഞാനും ഈ റിബോട്ട് തമ്മിലൊക്കെ ഈ ഫോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഫോഴ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. അതുകൂടാതെ പരീക്ഷ ചോദിക്കും സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചോദിച്ചാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഇക്വേഷനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ എഴുതിച്ചിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിച്ചു നോക്കണം, 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ആ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അത് പഠിച്ചു നോക്കണം. 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg² ആണ്, അത് പഠിച്ചു നോക്കണം. ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. പരീക്ഷയിൽ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. എർത്തിൽ മാത്രമല്ല, ജൂപ്പിറ്ററിലായിക്കോട്ടെ, വേറെ ഗാലക്സിയിലായിക്കോട്ടെ, വേറെ എവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ പോയാലും ഈ ഒരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ ക്യാപിറ്റൽ G കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് ന്യൂമറിക്കലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചിൽഡ്രൻ ഓഫ് മാസ്. ഒരാളുടെ മാസ് വന്ന് രണ്ടാമത്തെ മാസ് വന്ന് അവർ തമ്മിൽ ഡിസ്റ്റൻസ് വന്നു. അപ്പോൾ ഒന്നുമില്ല, ഫോർമുല എടുക്കുക. ഇത് ഫോർമുല F is equal to G M1 M2 ഡിവൈഡ് ബൈ D². നിങ്ങൾ ജിക്ക് പകരം നമ്മൾ പഠിച്ച വാല്യൂ 6.67 × 10⁻11 ബൈ ഹാർട്ട് പഠിച്ചു നോക്കണം, ഇട്ട് കൊടുക്കുക. ആദ്യത്തെ മാസം 40 കിലോ ഇട്ട് കൊടുക്കുക, രണ്ടാമത്തെ മാസം 50 കിലോ ഇട്ട് കൊടുക്കുക, ഡിസ്റ്റൻസ് 2 ഇട്ട് കൊടുക്കുക. പക്ഷേ അതിനെ സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 2² 4 വരും. അപ്പോൾ ആ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരാം. ഇത്രയും ടഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചോദ്യം വരാൻ ചാൻസ് ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം വരാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക, സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്തുകൊള്ളുക, വേറെ കോംപ്ലിക്കേഷൻ നമ്മുടെ ഇല്ല. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത്, ഇവിടെ ഒരു തേങ്ങ ഇതിന്ന് ഒരു കാറ്റത്ത് വല്ല അടി തേങ്ങയാണ് ആ ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകാൻ താഴേക്ക് വരുമോ? സാർ താഴേക്ക് വരും. താഴേക്ക് വരാൻ കാരണം എന്താ? ഗ്രാവിറ്റി ഉണ്ട്. ആയിക്കോട്ടെ, ഈ താഴേക്ക് വരുമ്പോൾ അവൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ട്, ഫോഴ്സിന്റെ ആക്സിലറേഷൻ ഉണ്ടാവും. യെസ്, ഈ ഫോഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? താഴേക്ക് വരുന്ന ഗ്രാവിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ആക്സിലറേഷൻ നമ്മൾ എന്ത് വിളിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കും. ഗുരുത്വാകർഷണം മൂലമല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ ത്വരണം എന്നുള്ള രീതിയിൽ വിളിക്കും. എന്താണ് ഗുരുത്വാകർഷണ ത്വരണം? ബേസിക്കലി ആക്സിലറേഷൻ ആണ്. പക്ഷേ ആരുടെ ആക്സിലറേഷൻ? ഒരു സാധനം വെറുതെ താഴേക്ക് വീഴുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫോൾ എന്നാണ് പറയുക. ആ ഫ്രീ ഫോൾ ഉള്ള സാധനത്തിൻ്റെ ആക്സിലറേഷൻ ആണ് G. അപ്പോൾ ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചൊക്കെ പരീക്ഷയിൽ ചോദിക്കാം. Gന്റെ വാല്യൂ പഠിച്ചു നോക്കണം. 9.8 m/s² ആണ്. ചില ചോദ്യത്തിൽ തന്നെ പറയുകയാണ് G 10 എടുത്തോളാൻ പറയുകയാണെങ്കിൽ നമുക്ക് 10 എടുക്കാം, അല്ലെങ്കിൽ 9.8 m/s² തന്നെ എടുക്കണം. യൂണിറ്റ് പഠിച്ചു വെച്ചോ, m/s² ആണ്, ആക്സിലറേഷൻ യൂണിറ്റ് തന്നെയാണ്. ഇതിന്റെ വാല്യൂ, ഇതിനൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതിന്റെ ഇക്വേഷനും പഠിച്ചു നോക്കണം. സ്മോൾ G is equal to ക്യാപിറ്റൽ G ഇൻറ്റു ക്യാപിറ്റൽ M ബൈ ക്യാപിറ്റൽ R². ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിന്റെ മാസ്, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസിലിടോ എർത്തിന്റെ റേഡിയസ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഈ ഇക്വേഷന് ഡെറിവേഷനും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു, അറൈവ് അറ്റ് ദിസ് ഇക്വേഷൻ അല്ലെ ഡിറൈവ് ദിസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഒന്ന് എത്തിക്കാണിക്കണം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ എർത്ത് ക്യാപിറ്റൽ മാസ്, ക്യാപിറ്റൽ M ആണ് മാസ്. ഒരു ആപ്പിൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെ ഏതെങ്കിലും ഒബ്ജക്റ്റ് സ്മോൾ M ആണ് മാസ്. അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലേ? എന്താ അട്രാക്റ്റീവ് ഫോഴ്സ്? F is equal to G ആദ്യത്തെ മാസ് രണ്ടാമത്തെ മാസ് ബൈ R². അതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നറിയാം, F എന്ന് പറഞ്ഞാൽ MA ആണെന്ന് അറിയാം.
അപ്പോൾ നോക്കി രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ എഫ് ആണ്, റൈറ്റ് സൈഡിലെ ആൾക്കാരും അപ്പോൾ ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലെ ആൾക്കാർ സെയിം ആണ്, റൈറ്റ് സൈഡിലെ ആൾക്കാർ സെയിം അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡ് ഇക്വേറ്റ്, അപ്പോൾ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് രണ്ട് ഇക്വേറ്റ് ആവും, എമ്മും കട്ടായി, അതായത് ഈ വസ്തുവിന്റെ മാസ് കട്ടായി പോയി. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു ഇത് കിട്ടി. ഈ ആക്സിലറേഷൻ ഏതോ തോന്നിയ ആക്സിലറേഷൻ ആണോ? അല്ല, ദിസ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ജി എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. എക്ക് വരെ ജി എന്ന് വിളിച്ചു. അപ്പോൾ ജീൻ്റെ ഇക്വേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ സംഗതി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഈ ജീൻ്റെ ഇക്വേഷനിൽ വസ്തുവിന്റെ മാസ്, ഈ ഒബ്ജക്റ്റിന്റെ മാസ് അതില്ല. അതായത് ഏത് മാസമുള്ള സാധനത്തിൽ ആപ്പിൾ 1 കിലോ ആണെങ്കിലും 2 കിലോ ആണെങ്കിലും 10 കിലോ ആണെങ്കിലും 100 കിലോ ആണെങ്കിലും 1000 കിലോ ആണെങ്കിലും അവന്റെ ജി എത്ര ആയിരിക്കും? അവന്റെ ജി 9.8 ആയിരിക്കും. അപ്പോൾ വസ്തുവിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവനുള്ള ആക്സിലറേഷൻ ഉള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ട് പല ചോദ്യങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ, ഒരു കോയിനും ഒരു പേപ്പറും ഡ്രോപ്പ് ചെയ്താൽ രണ്ടുപേർക്ക് സെയിം ജി ആയിരിക്കില്ലേ? കാരണം മാസിനെ ഡിപ്പെൻഡ് ഇല്ലല്ലോ. അപ്പോൾ ആരായിരിക്കും താഴെ എത്തുക? അപ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ പറയും രണ്ടുപേർക്ക് സെയിം ചെയ്യപ്പോൾ രണ്ടുപേർക്കും സെയിം ആക്സിലറേഷൻ ആണ്, രണ്ടുപേരും ഒരുമിച്ച് എത്തണം. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് എത്തില്ല. കോയിൻ നിലത്തേക്ക് വേഗം വീഴും, പക്ഷേ പേപ്പർ മെല്ലെ വീഴുള്ളൂ. കാരണം എന്താണ്? കാരണം രണ്ടുപേർക്ക് ജി സെയിം ആണ്. പക്ഷെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പേപ്പറിന്റെ ഷേപ്പ് കാരണം, അതിൻ്റെ ഒരു മെറ്റീരിയൽ കാരണം എയറിന്റെ ഫ്രിക്ഷൻ അല്ലെ ഡ്രാഗ് എന്ന് വിളിക്കും, അത് ഭയങ്കര കൂടുതലാണ് മുകളിലേക്ക്. അപ്പോൾ അത് കാരണം പേപ്പർ മെല്ലെ വീഴുള്ളൂ, കോയിൻ സ്പീഡിൽ വീഴും. അപ്പോൾ ജി സെയിം ആണ്, പക്ഷേ എയറിന്റെ ഫ്രിക്ഷൻ ആണ് ഇവിടെ റോൾ പ്ലേ ചെയ്യുന്ന കാര്യം ഓർത്തോണം. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണം. എന്നാൽ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കും, ഈ പേപ്പർ നമ്മൾ ചുരുട്ടി കഴിഞ്ഞാൽ, ക്രംബിൾഡ് ആക്കി കഴിഞ്ഞാൽ ആരാടിക്കും അത് എത്തുക? ക്രംബിൾഡ് ആക്കി കഴിഞ്ഞാൽ ഷേപ്പ് മാറി, അപ്പോൾ എയറിന്റെ ഫ്രിക്ഷൻ കാര്യമായിട്ട് ഉണ്ടാവില്ല. രണ്ടുപേരും ഏതാണ്ട് ഒരു സമയത്തെത്തും, കാരണം രണ്ടുപേർക്ക് സെയിം ജി ആണ്. ഇത് വേറെ രീതിയിലും ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ബേസിക്കലി ഒരു ഫെദറും ഉണ്ട്, ഒരു തൂവലും ഉണ്ട്, ഒരു കോയിൻ ഉണ്ട്. അതിനെ രണ്ട് സ്ഥലങ്ങളിൽ ഇട്ടിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ട്യൂബ് ഫിൽഡ് വിത്ത് എയർ ഒക്കെ ഉള്ള ഒരു ട്യൂബിൽ ചെയ്തു. അപ്പോൾ ആരായിരിക്കും ആദ്യം എത്തുക? രണ്ടുപേർക്കും സെയിം ജി ഒക്കെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഫെദറിന് എയറിന്റെ ഫ്രിക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കോയിൻ ആദ്യം എത്തും, ഫെദർ മെല്ലെ 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 ആടി വരും. ഓക്കെ. എന്നാൽ ഇവാക്യുവേറ്റഡ് ട്യൂബിൽ എടുക്കുകയാണെങ്കിലോ, ഇവാക്യുവേറ്റഡ് എന്ന് പറഞ്ഞാൽ എയർ ഒന്നുമില്ല, എയറൊക്കെ വലിച്ചെടുത്ത് വാക്യൂം ആക്കി, സക്ഷൻ ചെയ്ത് വാക്യൂം ആക്കി കഴിഞ്ഞാൽ പിന്നെ എയർ ഇല്ലടോ. അപ്പോൾ എയറിന്റെ മുകളിലേക്കുള്ള ആ ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ടുപേർക്കും ജി ആയിരിക്കും, രണ്ടുപേരും ഒരേ സമയത്ത് താഴേക്ക് ലാൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് നോക്കുക, ഇവാക്യുവേറ്റഡിൽ രണ്ടുപേരും ഒരുമിച്ച് ലാൻഡ് ചെയ്യും. ഓക്കെ. അടുത്ത ടോപ്പിക് മാസ് ആണ്. എന്താണ് മാസ്? മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ്. ഡെഫിനേഷൻ ഒന്ന് പഠിച്ചേക്ക്. എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടോ അത്രത്തോളം മാസ് കൂടുതലായിരിക്കും. ക്വാണ്ടിറ്റി കുറവാണ് മാസ് കുറവായിരിക്കും, ക്വാണ്ടിറ്റി കൂടുതലാണ് മാസ് കൂടുതലായിരിക്കും. എന്നാൽ വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. എടോ, ഈ എർത്ത്, ഈ ആപ്പിൾ, ഈ പഴമോ ആപ്പിളോ എന്തോ ആ സാധനത്തിന് പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ടാവില്ലേ, ഒരു ഫോഴ്സിലല്ലേ, ആ ഫോഴ്സിനെയാണ് നമ്മൾ അവന്റെ വെയിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ. ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ദി ഒബ്ജക്ട്. അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ്. അപ്പോൾ എം ജി ആണ് അതിന്റെ ഇക്വേഷൻ. ഒബ്വിയസ്ലി വെയിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാസിനെ മാത്രമല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഈ പരീക്ഷ ചോദിക്കാം, ഈ ഒരു കോമൺ ബാലൻസ് എന്ന് പറഞ്ഞ സാധനം എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? പഠിച്ചു വെച്ചോ മക്കളെ, മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനം എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാം. പരീക്ഷയിൽ ന്യൂമറിക്കൽ ചോദ്യം വരാം, വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് എ പേഴ്സൺ ഹൂസ് മാസ് ഈസ് 50 കിലോ. മാസ് 50 കിലോ ആണ്, പക്ഷേ വെയിറ്റ് എത്രയാണ്? 50 അല്ല. എന്താണ് വെയിറ്റിന്റെ ഇക്വേഷൻ? എം ജി ആണ്. എം മാസ് 50 ആണ്. ജി എന്ന് പറഞ്ഞാൽ 9.8 എടുക്കണം. 10 എടുത്തോളം പറഞ്ഞ 10 എടുത്തോ, അല്ലെ 9.8 എടുക്കണം. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 490 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചൂടാ, വെയിറ്റ് ഒരു ഫോഴ്സ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ല, അത് ന്യൂട്ടൺ ആണ്. അതിന്റെ ആൻസർ ഈ ചോദ്യത്തിൽ എന്താണ്? 490 ആണ്. കുറച്ചുകൂടി ടഫ് ചോദ്യങ്ങളൊക്കെ വരാം. മാസ് ഓഫ് ഒബ്ജക്റ്റ് 10 കിലോ ആണ്. അവന്റെ എർത്തിലെ വെയിറ്റ് 3ലെ വെയിറ്റും കണ്ടുപിടിക്കാം. 3ലെ ജി വേറെയാണ്, 9.8 അല്ല 1.62 ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്ക്, പരീക്ഷ എളുപ്പം തന്നില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ സിമ്പിൾ ആണ്. എർത്തിലെ വെയിറ്റ് എന്താണ്? എം ജി ആണ്. 10 × 9.8 വിച്ച് ഇസ് 98 ന്യൂട്ടൺ. സിമ്പിൾ പരിപാടി. 3ല് എം ജി തന്നെയാണ് ഇക്വേഷൻ, പക്ഷെ ജീന്റെ വാല്യൂ മാറും. 9.8 ജി മാറിയിട്ട് 1.62 ആവും. ബട്ട് 1.62 3ലെ വെയിറ്റ് കുറവാണ്, 16.2 ഉള്ളൂ. കാരണം 3ലെ ജി കുറവാണ്. പരീക്ഷ ചോദിക്കുകയാണ് ഇവന്റെ 3ലെ മാസ് എത്രയാ? എടാ 3ലെ മാസ് 10 കിലോ ആണ്. മാസ് എവിടെ പോയാലും 10 കിലോ തന്നെ ആയിരിക്കും. അത് 3ൽ പോയാലും ജൂപ്പിറ്ററിൽ പോയാലും സൂര്യന്റെ മുകളിൽ പോയാലും, സൂര്യന്റെ മുകളിൽ പോയാൽ ചിലപ്പോൾ ഉരുകി പോകാറ് കാര്യം. പക്ഷെ ഉരുകി പോയില്ലെങ്കിൽ മാസ് 10 കിലോ ആയിരിക്കും. പക്ഷെ വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് ജി. ജി മാറിയാൽ വെയിറ്റ് മാറും എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇവിടെ മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. എന്താണ് ഈ 1 കിലോഗ്രാം വെയിറ്റ്? എടോ 1 കിലോഗ്രാം എന്ന് പറഞ്ഞ മാസ് ഉള്ള ഒരു സാധനത്തിന്റെ വെയിറ്റ് എത്രയായിരിക്കും? സാർ W = mg. മാസ് 1 കിലോ ആണ്, ഇൻറ്റു ജി 9.8 ആണ്. 1 × 9.8 ന്യൂട്ടൺ ആയിരിക്കും. അതായത് ബേസിക്കലി 1 കിലോഗ്രാം മാസ് ഉള്ള സാധനത്തിന്റെ വെയിറ്റ് എത്രയാ? അതിനാണ് നമ്മൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് വിളിക്കുക. അത് ന്യൂട്ടണിൽ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടു 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ബേസിക്കലി അതിന്റെ വാല്യൂ എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
നെക്സ്റ്റ് പഠിക്കാനുള്ള ഷേപ്പ് ഓഫ് എർത്ത് ആണ്. നമ്മൾ പൊതുവേ എർത്തിന് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിലും എർത്തിന്റെ ഷേപ്പ് കറക്റ്റ്ലി ഒരു സ്ഫിയർ അല്ല, അത് സ്ലൈറ്റ്ലി ഈ ഭാഗത്ത് എലോങ്ങേറ്റഡ് ആണ്. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ പരത്തൂലേ, പരത്തി കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ ആവില്ലേ, ഇത്രത്തോളം ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ഇങ്ങനെ എലോങ്ങേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് കുറച്ച് കൂടുതലായിരിക്കും, എന്നാൽ പോൾസിലേക്ക് ധ്രുവത്തിലേക്കുള്ള റേഡിയസ് കുറച്ച് കുറവായിരിക്കും. നമുക്ക് ജീന്റെ ഇക്വേഷൻ അറിയാം, റേഡിയസ് താഴെയാണ് കിടപ്പുള്ളത്, താഴെയുള്ള ആൾ കൂടിയാൽ ജി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ റേഡിയസ് കൂടിയ ഇക്വേറ്ററിൽ ജി കുറവായിരിക്കും, എന്നാൽ റേഡിയസ് കുറഞ്ഞ പോളിൽ ജി കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ജീൻ്റെ വേരിയേഷൻ പഠിച്ചു നോക്കുക, പോൾസിലായിരിക്കും കൂടുതൽ ബേസിക്കലി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതിൻ്റെ വാല്യൂം കൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നല്ലായിരിക്കും ചിലപ്പോൾ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇക്വേറ്ററിൽ 9.78 പോളിൽ 9.83 എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ വരാം. ഈസ് ആൻ ഒബ്ജക്ട് ഹെവിയർ അറ്റ് ദ പോൾസ് ഓർ അറ്റ് ദി ഇക്വേറ്റർ? എടോ എവിടെയാണ് ജി കൂടുതൽ? പോൾസിലല്ലേ ജി കൂടുതൽ, അപ്പോൾ അവിടെ ആയിരിക്കും വെയിറ്റ് കൂടുതൽ. അതിൻ്റെ കാരണം എന്താണ്? എടോ ജി കൂടിയ വെയിറ്റും കൂടും, അത്ര ഉള്ള സംഗതി, വളരെ സിമ്പിൾ ആണ്. വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത്? സെന്ററിലെ ജി എത്രയാ? എടോ സെന്ററിൽ ജി ഇല്ല, നിങ്ങൾ സെന്ററിൽ പോയി നിങ്ങൾക്ക് ആക്സിലറേഷൻ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ വെയിറ്റ് എന്തായിരിക്കും? എം ജി അല്ലേ വെയിറ്റ്, അപ്പോൾ വെയിറ്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് പഠിക്കാനുള്ള ഫ്രീ ഫോൾ. ഞാൻ പറഞ്ഞു ഓൾറെഡി ഫ്രീ ഫോൾ എന്താണ്. നിങ്ങളൊരു സാധനം താഴേക്ക് വീഴുന്നു കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് വിളിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക ഫ്രീ ഫോളിൻ്റെ ഡെഫിനേഷൻ. ഈ ഫ്രീ ഫോളിൽ ഒരു പ്രത്യേക സാധനം സംഭവിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സാറ്റലൈറ്റ് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അത് ഫ്രീ ഫോൾ ആണോ? യെസ്, കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മാത്രമേ അതിന് മുകളിൽ, വേറെ ഫോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ രസകരമായുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റിന്റെ സെൻട്രലിലേക്കുള്ള ആക്സിലറേഷൻ ജി ആണ്, അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുണ്ട് വിചാരിക്കുക, അവന്റെ ആക്സിലറേഷൻ സെൻട്രലിലേക്ക് ജി ആണ്. രണ്ടു പേർക്കും ഈ ആക്സിലറേഷൻ ജി ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ വെയ്റ്റ്ലെസ്നെസ് എന്ന് വിളിക്കുക. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം വാട്ട് ഈസ് വെയ്റ്റ്ലെസ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ബേസിക്കലി ഒബ്ജക്റ്റും ജിയിലാണ് വീഴുന്നതെങ്കിൽ ചുറ്റുമുള്ള സാധനം അഥവാ സാറ്റലൈറ്റും ജിയിലാണ്, അല്ലെ എന്താണോ ഒരു എലിവേറ്റർ, നിങ്ങളൊരു ലിഫ്റ്റിൽ നിൽക്കുന്ന ലിഫ്റ്റിലെ റോപ്പ് കട്ട് ചെയ്താൽ റോപ്പും നിങ്ങൾ ഒരുമിച്ചാണ് വീഴുക, അപ്പോൾ നിങ്ങൾ അപ്പോഴും ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ വെയ്റ്റ്ലെസ്നെസ് എന്ന് വിളിക്കുക. ഒന്ന് ഓർത്ത് വെക്കുക, അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ലാസ്റ്റ് ടോപ്പിക് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള സർക്കുലർ മോഷൻ ആണ്. സർക്കുലർ മോഷനിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ആദ്യം യൂണിഫോം സർക്കുലർ മോഷന്റെ ഡെഫിനേഷൻ ആണ്. ബേസിക്കലി സർക്കുലർ പാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ. ബേസിക്കലി ഒരു സാധനം സർക്കിളിൽ കറങ്ങുമ്പോൾ സ്പീഡ് സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ വിളിക്കുക. ഈ സർക്കുലർ മോഷനിൽ കിടന്ന് കറങ്ങുമ്പോൾ സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, ആ ഫോഴ്സിന്റെ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ആ പേരൊന്ന് ഓർത്ത് വെച്ചൂടാ. ഫോഴ്സിന്റെ ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതിന് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്ട് മൂവിംഗ് ഓൺ സർക്കുലർ പാത്ത്. സർക്കിളിലാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രലിലേക്കായിരിക്കും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെൻട്രലിലേക്കായിരിക്കും. സാർ ഈ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഉണ്ടാവില്ലേ, ആ വെലോസിറ്റിന്റെ ഡയറക്ഷൻ സർക്കുലർ മോഷനിൽ എപ്പോഴും എലോങ് ദി ടാൻജന്റ് ആയിരിക്കും, തൊടുവരയുടെ ദിശയിലായിരിക്കും അവന്റെ പ്രവേഗം ഉണ്ടാവുക. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. അതുകൊണ്ട് തന്നെ ആക്സിലറേഷനും അതുപോലെ തന്നെ വെലോസിറ്റി എപ്പോഴും 90 ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു സാധനം പോലും കണ്ടാൽ അത് മനസ്സിലായില്ല, ഇത് അറിയില്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ സാർ ഇഷ്ടമായി എന്ന് പറയാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. ബൈ ബൈ, ടേക്ക് കെയർ മക്കളെ. നമുക്ക് പരീക്ഷ തകർത്ത് പൊളിക്കണം.